ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബ്രൂസ് കിച്ചൺ. ഇന്ന് നമുക്ക് മുട്ടക്കോഴി എങ്ങനെ നല്ല നാടൻ രീതിയിൽ റോസ്റ്റ് രൂപത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ മുട്ടക്കോഴി നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കഴുകി വെള്ളം പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആ വെളിച്ചെണ്ണയിലേക്ക് ഈ മുട്ടക്കോഴി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മുട്ടക്കോഴി ഒന്ന് പകുതി കുക്കാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ ആദ്യമേ ഉള്ളി ചേർക്കുന്നില്ല, ചെറിയ ഉള്ളിയിട്ടാണ് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. ആദ്യമേ ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ ഉള്ളി പെട്ടെന്ന് വെന്ത് പോവുകയും മുട്ടക്കോഴി വേവാതിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം ചിക്കനാണ് വേവിക്കുന്നത്. ചിക്കൻ വെന്ത് ഒരു പകുതി വേവാകോളം ശേഷം മാത്രമേ ചെറിയ ഉള്ളി ചേർക്കുന്നുള്ളൂ. ചിക്കൻ കുക്കാവാൻ വേണ്ടി അടച്ചു വെച്ച് നല്ലതുപോലെ വേവിക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് നമുക്കിത് നല്ലതുപോലെ ഒരു പകുതി മുക്കാൽ വേവാകുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി മിക്സിയുടെ ജാറിൽ പേസ്റ്റ് രൂപത്തിൽ അരച്ച് വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് കടുക്, കരിവേപ്പില, വറ്റൽമുളക് ഇത്രയും ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഫുൾ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്, സവാള ചേർത്തിട്ടില്ല. ചെറിയ ഉള്ളി ഇട്ട് വയ്ക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ഞാനതുകൊണ്ട് ചെറിയ ഉള്ളി ഇട്ടാണ് വയ്ക്കുന്നത്. ഒരു 15-20ഓളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ആ ചെറിയ ഉള്ളി ഇതിലോട്ട് ചേർത്ത് ഒന്ന് വാടി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് വാടി വന്നതിന് ശേഷം ഇത് നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വഴറ്റിയെടുത്ത ചെറിയ ഉള്ളി, ഒരു പകുതി വേവായ ചെറിയ ഉള്ളി ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനിൽ ചേർത്ത് നല്ലതുപോലെ ഇളക്കി വീണ്ടും വേവിക്കാൻ വെക്കുന്നുണ്ട്. കാര്യം മുട്ടക്കോഴി വേവാൻ വേണ്ടിയിട്ട് നല്ല സമയമെടുക്കും. നമ്മൾ ഈ സാധാരണ വെള്ളക്കോഴി വേവുന്ന ടൈമല്ല. അപ്പം നല്ലതുപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം ചെറിയൊരു വേവായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് വറുത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ വറുത്ത മുളക് പൊടി 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ വറുത്ത മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചിക്കൻ മസാല, നമുക്ക് ചിക്കൻ മസാലയും ചേർക്കാം, ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയും രണ്ടും ചേർക്കാം. പക്ഷെ കൂടാൻ പാടില്ല. ഞാൻ ഇതിലേക്ക് ചിക്കൻ മസാലയും ചേർക്കുന്നുണ്ട്. ഒരു പകുതി സ്പൂണോളം ഗരം മസാലയും ചേർക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നിങ്ങളുടെ എരിവിനനുസരിച്ച് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇളക്കാതെ ഞാൻ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്കാവുന്ന വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അടപ്പ് തുറന്ന് ഞാൻ ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഈ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കാൻ വേണ്ടി നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഞാൻ ഇതുവരെയും ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. ആ ചിക്കനിൽ നിറഞ്ഞ വെള്ളത്തിൽ ഇരുന്നാണ് ഇത് വേവുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഗ്രേവി രൂപത്തിൽ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളം, തിളപ്പിച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നിങ്ങൾക്ക് റോസ്റ്റ് രൂപത്തിൽ ഒരു സെമി ഗ്രേവി ആയിട്ട് എടുക്കാം. ഞാനിവിടെ നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ നാടൻ രീതിയിലുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.